അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മുടെ നന്മകളുടെ കൂട്ടത്തിൽ നമുക്ക് വലിയ പ്രതിഫലം നേടിത്തരുന്ന ചില നന്മകളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. അതിൽ രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, അള്ളാഹുവിനോട് നിരന്തരമായി സ്വർഗത്തെ ചോദിക്കുക. അതിനൊരു ശ്രേഷ്ഠതയുണ്ട്. സ്വർഗപ്രവേശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സഅലല്ലാഹൽ ജന്നത സലാസ മർറാത്തിൻ, ഒരാൾ 3 തവണ സ്വർഗത്തെ ചോദിച്ചാൽ, സ്വർഗത്തിലുള്ള പ്രവേശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഖാലത്തിൽ ജന്നത്തു, സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ആ മനുഷ്യനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന്. വമൻ ഇസ്തജാറ അല്ലാഹ മിനൻ നാരി സലാസ, ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 3 തവണ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചാൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 3 തവണ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, ഖാലത്തിന്നാർ, നരകം പറയും, അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, അള്ളാഹുവേ നീ നരകത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണേ. നോക്കൂ നിങ്ങൾ, സ്വർഗത്തെ ചോദിക്കുക, നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുക, വിശ്വാസിയുടെ നിരന്തരമായ ഗുണങ്ങളിൽപ്പെട്ട, അവന്റെ സ്വഭാവങ്ങളിൽപ്പെട്ട, അവന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ് എന്ത്? സ്വർഗത്തെ ചോദിക്കുക എന്നുള്ളത്. സ്വർഗപ്രവേശനത്തെ ചോദിക്കുക. അള്ളാഹുവേ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, അള്ളാഹുവേ എന്നെ നീ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരാൾ ഒരു ദിവസം 3 തവണ സ്വർഗത്തെ ചോദിച്ചാൽ, സ്വർഗം അയാൾക്ക് വേണ്ടി പറയും, അള്ളാഹുവേ ആ മനുഷ്യനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന്. ഒരാൾ നരകത്തിൽ നിന്ന് 3 തവണ രക്ഷ ചോദിച്ചാൽ, ആ നരകം അയാൾക്ക് വേണ്ടി പറയും, അള്ളാഹുവേ ഈ മനുഷ്യനെ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണമേ എന്ന്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മുടെ പ്രാർത്ഥനയിൽ നിരന്തരമായി ഉണ്ടാകണം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. പ്രാർത്ഥിക്കാൻ എളുപ്പമുള്ള പദമാണ് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥനയുടെ ലഫ്ള് നമുക്ക് പറഞ്ഞു തന്നതല്ല, പഠിപ്പിച്ചു തന്നതല്ല. പക്ഷെ സ്വർഗം ചോദിക്കാനുള്ള ഒരു പ്രാർത്ഥന ആയതിലേക്ക് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, അങ്ങനെ പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ അല്ലാഹുമ്മ അദ്ഖിൽനി അൽ ജന്ന, അല്ലാഹുവേ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, വഅജ്റുനി മിനന്നാർ, റബ്ബേ എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുക. 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം അയാൾക്ക് വേണ്ടി പറയുമെന്നാണ്. 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചാൽ നരകം അയാൾക്ക് വേണ്ടി പറയുമെന്നാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായി നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സ്വർഗപ്രവേശനത്തിന് വേണ്ടിയും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും വിശ്വാസി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ തൻ്റെ സഹോദരനെ സന്ദർശിക്കുക എന്നുള്ളത്, രോഗിയായാലും അല്ലെങ്കിലും തൻ്റെ സഹോദരനെ സന്ദർശിക്കുന്നതിലൂടെ ഒരുപാട് പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ആദ റജുലു അഖാഹു ഔ സാറഹു, ഒരാൾ തൻ്റെ സഹോദരൻ രോഗിയായാൽ ആ രോഗിയെ സന്ദർശിച്ചാൽ, ഔ സാറഹു, അല്ലെങ്കിൽ അവനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് തൻ്റെ ഒരു സഹോദരനെ ഇസ്ലാമികമായ ആദർശത്തിന്റെ പേരിൽ, അയാൾ എന്ന് കാണാം റബ്ബിന്റെ പൊരുത്തം, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, ദുന്യവിയായ ഒരു ലക്ഷ്യവുമില്ല. അയാളെ കണ്ടാൽ ചെന്നാൽ അയാൾ എന്തെങ്കിലും തരും, അല്ലെങ്കിൽ അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയേക്കാം എന്നതൊന്നുമല്ല, മറിച്ച് റബ്ബിന്റെ മാർഗത്തിൽ അയാളെ ഒന്ന് സന്ദർശിക്കുക. തൻ്റെ സഹോദരനാണ്, അയാളെ ഒന്ന് സന്ദർശിച്ചാൽ ഖാലല്ലാഹു ലഹു, അല്ലാഹു അവനോട് പറയും, തിബ്ത, നീ ചെയ്തത് നല്ല കാര്യമാണ്, വത്വാബ മംശാ, നിന്റെ നടത്തം നല്ല നടത്തമായിരുന്നു, നടത്തം നന്നാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വബവ്വഅത മൻസിലൻ മിനൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ ഒരു ഭവനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ നീ ഒരു വീട് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു ആ മനുഷ്യരോട് പറയുമെന്നാണ്. അതുകൊണ്ട് തന്നെ രോഗിയാണെങ്കിലും അല്ലെങ്കിലും തൻ്റെ ആദർശ ബന്ധുക്കളെയും അതുപോലെ തന്നെ തൻ്റെ വിശ്വാസികളായ സഹോദരങ്ങളെയും സന്ദർശിക്കുന്നതിലൂടെ സ്വർഗത്തിൽ അവന് ഒരു വീട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത്രത്തോളം പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമാണ് തൻ്റെ രോഗിയായ സഹോദരനെ സന്ദർശിക്കലാകട്ടെ,
രോഗിയല്ലാത്ത സഹോദരനെ സന്ദർശിക്കലാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, എത്ര പ്രതിഫല! സ്വർഗം ലഭിക്കാൻ, ആ സ്വർഗത്തിലെത്തിപ്പെടാൻ വലിയ വലിയ പ്രതിഫലങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കർമ്മങ്ങളിലൂടെ, നിസാരമായ അല്ലെങ്കിൽ ലളിതമായ, നമുക്ക് നിസാരമെന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന്റെ സുഖാനുഭൂതികളുടെ ഭവനമായ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വിശ്വാസികളായ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, അള്ളാഹു അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ, ശമനം നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് വിജയം നൽകുമാറാകട്ടെ, അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു അവരെ വിജയിപ്പിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءنا واعداء الدين اللهم دمر اعداءنا واعداء المسلمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه واصحابه اجمعين والحمد لله رب العالمين.